നമ്മൾ ഒരു ദിവസം നമ്മുടെ ഫോൺ എത്ര പ്രാവശ്യം ചെക്ക് ചെയ്യാറുണ്ട്? അങ്ങനെ നോക്കുമ്പോഴൊക്കെയും ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? കാര്യവും കാര്യമില്ലാത്തതും ദുഃഖവും സങ്കടവും ഒക്കെ നോട്ടിഫിക്കേഷനായി വരുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ വാട്സപ്പ്. അത് ഉണ്ടാക്കിയത് സർക്കാർ നൽകുന്ന ഭക്ഷ്യക്കൂപ്പിന് വേണ്ടി കാത്തുനിന്ന് വിശപ്പടക്കിയിരുന്ന ഒരു ബാല്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു. അതെ, ജാൻകോം എന്ന ഉക്രൈൻ ബാലൻ. 1979 ഉക്രൈനിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ജാൻകോം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അകാലത്തിൽ അച്ഛൻ മരിച്ച ആ ബാലന് തൻ്റെ അമ്മയുടെ കൂടെ ഒരു കൊച്ചു ബാഗ് എടുത്തുകൊണ്ട് അമേരിക്കയിലേക്ക് ചേക്കേറേണ്ടി വന്നു. അവിടെ നിന്ന് പഠനത്തിനിടയ്ക്ക് കോഡിങ്ങുമൊക്കെയും താല്പര്യത്തോടു കൂടി പഠിച്ച് ആ ചെറുപ്പക്കാരൻ യാഹൂവിൽ ജോലിക്ക് കയറി. അങ്ങനെ നല്ല രീതിയിൽ സാലറിയൊക്കെ കിട്ടി ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ആ ചെറുപ്പക്കാരന് മെസ്സേജുകളുടെ ഭാവിയെക്കുറിച്ച് ഒരു ആലോചന വന്നത്. അങ്ങനെ 2009 മാർച്ച് 3 ജോൺകോമും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടി തുടങ്ങിയ സംരംഭമാണ് വാട്സപ്പ്. ആദ്യം റിലീസായ വേർഷൻ പരാജയപ്പെടുകയും കുറച്ച് പൈസയൊക്കെ പോവുകയും ചെയ്തു. എന്നാൽ നിരാശരാകാതെ അവർ വീണ്ടും ട്രൈ ചെയ്ത് മറ്റൊരു വേർഷനുമായി കടന്നു വന്നു. കാട്ടുതീ പോലായിരുന്നു അതിൻ്റെ വളർച്ച. ആളുകളിലേക്ക് അത് പടർന്നങ്ങെത്തി. ഒടുവിൽ 2014 ഫേസ്ബുക്കിൻ്റെ ടീം ജോൺകോമിൻ്റെ വീട്ടുപടിക്കലെത്തി വാട്സപ്പിനെ വാങ്ങി $19 ബില്യൺ. നമ്മുടെ ലൈഫിൻ്റെ വ്യവഹാരത്തെ വളരെ ഈസിയാക്കി മാറ്റുകയായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നും